ഹേ ഓൾ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ബ്ലോഗ് ടീൽസ് ബൈ ആദർശ. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ കഴിഞ്ഞ വീഡിയോ, എൻ്റെ ക്രിസ്മസ് എക്സാമിൻ്റെ മാർക്ക് റിവീൽ ചെയ്യുന്ന വീഡിയോയിൽ ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എങ്ങനെയാണ് അക്കൗണ്ടൻസി, ബിസിനസ്, ഇംഗ്ലീഷ് എല്ലാം പഠിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാൻ അപ്പം തന്നെ കുറച്ചൊക്കെ സ്റ്റഡി ടിപ്സ് കൊടുത്തെങ്കിലും പിന്നെ ഞാൻ വിചാരിച്ചു ഇതെല്ലാം കൂടെ നമുക്കൊരു ഒറ്റ വീഡിയോ ഇട്ട് ചെയ്യാം എന്നുള്ളത്. സോ ഇത് ഈ പറയുന്ന രീതികൾ നമുക്ക് ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും എഫക്റ്റീവാണ്. കുറേ പേർക്ക് ഡൗട്ട് ഉണ്ട്, ഇന്നിനി പഠിച്ചാൽ കിട്ടുമോ, നാളെ തൊട്ട് പഠിച്ചു തുടങ്ങിയാൽ കിട്ടുമോ എന്നുള്ളത്. ഈച്ച് ആൻഡ് എവറി ടൈം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള ഒരു കോൺസെപ്റ്റിൽ പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് എല്ലാം, അതായത് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ട്രിക്സ് ആൻഡ് ടിപ്സിലൂടെ ഫോളോ ചെയ്തു പോകണമെങ്കിൽ നമുക്ക് എളുപ്പം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല, ബിക്കോസ് സയൻസ് ഒരു ടഫ് സബ്ജക്റ്റ് ആണ് എന്നുള്ളത് ഒരു സ്റ്റീരിയോ ടൈപ്പ് അല്ലാന്നുണ്ടെങ്കിൽ കൊമേഴ്സ് സിമ്പിൾ ആണെന്നുള്ളതും ഒരു സ്റ്റീരിയോ ടൈപ്പ് അല്ല. ഒരു അത്യാവശ്യം വർക്ക് ഹാർഡ് ചെയ്യാനും വിൽ പവർ ഇടാനും പറ്റുന്ന കുട്ടിക്ക് ഏതൊരു സബ്ജക്റ്റ് എടുത്താലും അത് സിമ്പിൾ ആയിരിക്കും. പിന്നെ സയൻസ് എത്ര പഠിച്ചിട്ടും കിട്ടാണ്ട് വരുന്നത് എന്നുള്ളത് അത് ഇപ്പോഴത്തെ ഒരു പാറ്റേണിൻ്റെ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. അതിപ്പോൾ കൊമേഴ്സിലുണ്ട്. അത് എനിക്കങ്ങനെ കൂടുതൽ പറഞ്ഞു തരാറില്ല, ബിക്കോസ് ഞാൻ സയൻസ് പഠിച്ച കുട്ടിയാണ്. 10th വരെ ഞാൻ സയൻസ് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ +1 +2 കൊമേഴ്സ് പഠിക്കുന്നുണ്ട്. സോ എനിക്ക് ഇതും അറിയാം. പിന്നെ അറിയാത്തത് +1 സയൻസ് തന്നെയാണ്. ബട്ട് ബേസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. 10th സയൻസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്തായാലും +1 നല്ല ഇമ്പാക്റ്റ് ഉണ്ട്. ബിക്കോസ് ഞാൻ പഠിക്കുന്ന ട്യൂഷനിൽ ഞാനത് കണ്ട് ആക്കണതാണ്. +1 പഠിക്കുന്ന കുട്ടിക്ക് ബേസ് അറിയില്ല, 10th ബേസ് അറിയില്ല എന്നുണ്ടെങ്കിൽ നല്ല കഷ്ടമാണ്. പക്ഷേ കൊമേഴ്സ് അങ്ങനെയല്ല, നമുക്ക് പുതിയതായിട്ട് കിട്ടുന്നൊരു ബേസിക് നോളജ് എല്ലാമാണ്. അത് നല്ലോണം കേപ്പബിലിറ്റി ഉള്ള കുട്ടികളാണത് മനസ്സിലാക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾക്കാണെങ്കിൽ എന്തെടുത്താലും സിമ്പിളായിരിക്കും, കൊമേഴ്സും സിമ്പിളായിരിക്കും. പക്ഷെ അതല്ലാന്നുണ്ടെങ്കിൽ അക്കൗണ്ടൻസി ആൻഡ് എക്കണോമിക്സ് കണക്കാണ്, ഇച്ചിരി കുഴപ്പിക്കും. എക്സാം ഹോളിൽ നമുക്ക് നല്ല ടെൻഷൻ കയറുന്ന ഒരു സാധനം ഉണ്ടോ ഈ അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് മിനിറ്റിൽ ഞാൻ ആ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന പാട്, അത് കറക്റ്റായി വന്നപ്പോൾ എനിക്ക് അതിലേറെ സന്തോഷവും ഒരു അത്ഭുതവും ഒക്കെ ഉണ്ട്. സോ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ മോഡൽ എക്സാമിനോടനുബന്ധിച്ചാണ് കേട്ടോ ഞാൻ ഈ ടിപ്സും ട്രിക്സൊക്കെ പറഞ്ഞിരുന്നതിനുള്ളത്. കാരണം ടൈം വളരെ ചുരുക്കമാണ്. ഇപ്പം തന്നെ തുടങ്ങാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. സോ അങ്ങനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും പറയാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ടിങ് ആണ്. ബിസിനസ്സിൻ്റെ സ്റ്റഡി ടിപ്സ് എല്ലാം ഞാൻ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇതിൽ ഞാൻ അത്രയും പറയാനില്ല, എന്തെങ്കിലും അത്രയും ഇതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അക്കൗണ്ടൻസി തുടങ്ങാം. അക്കൗണ്ടൻസി ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്കൂളിൽ കിട്ടിയിരിക്കുന്നത്, ഞങ്ങൾക്ക് അക്കൗണ്ടൻസി എടുക്കുന്ന മിസ്സ് ഒരു പ്യോർ ജെമ്മാണ്. പുള്ളിക്കാരി അടിപൊളിയാണ്. ഞങ്ങൾക്ക് പുള്ളിക്കാരി നോട്ട്സ്, അതുപോലെ ദ വേ ഓഫ് ടീച്ചിങ് എല്ലാം നല്ല പക്ക ക്ലിയർ ആണ്. ഞങ്ങളോട് ടെക്സ്റ്റ് ബുക്ക് പോലും വാങ്ങണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഞങ്ങൾ ടെക്സ്റ്റ് ഇല്ലാണ്ട് തന്നെ നോട്ട് വെച്ചാണ് ഫുൾ പഠിക്കുന്നത്. ഞങ്ങൾക്ക് എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യിപ്പിക്കാറുണ്ട്. PYQ നല്ല രീതിയിൽ പഠിപ്പിക്കാറുണ്ട്. സോ അക്കൗണ്ടൻസി എന്ന് പറയുന്നത് ഒരു പേടി സ്വപ്നമേ അല്ല ഞങ്ങളെ സംബന്ധിച്ചോളം. എന്നോട് അക്കൗണ്ടൻസിയുടെ സ്റ്റഡി ടിപ്പ് ചോദിച്ചാൽ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഞങ്ങളുടെ മിസ് തന്നിരിക്കുന്ന നോട്ട് കംപ്ലീറ്റ്ലി റെഫർ ചെയ്യും. ഈച്ച് ആൻഡ് എവറി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും. തിയറി ഉണ്ടല്ലോ വളരെ സിമ്പിളായിട്ടാണ് ഞങ്ങൾക്ക് മിസ് തന്നിരിക്കുന്നത്. കുറേ ബുക്കിനെ റെഫറൻസ് ചെയ്തിട്ട് മിസ് ഉണ്ടാക്കിയ നോട്ട്സ് വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റിയതാണ്. സോ അതൊക്കെയാണ് ഞാൻ പഠിക്കുന്നത്. പിന്നെ എക്സാമിൻ്റെ സമയത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. സൈലത്തിൻ്റെ ക്ലാസ്സുകൾ എന്തെങ്കിലും കോൺസെപ്റ്റ് മനസ്സിലായെന്നുണ്ടെങ്കിൽ മനസ്സിലായില്ലെങ്കിൽ മിസ്സിനോട് ചോദിക്കും. മിസ് നല്ല പക്ക ക്ലിയർ ആയിട്ട് വോയിസ് അയക്കും. അല്ലാന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നമുക്ക് ഒന്നുകൂടെ കാണാവുന്നതാണ്. അങ്ങനെ അക്കൗണ്ടൻസി എനിക്ക് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഭയങ്കര കോൺഫിഡൻസിൽ പോയിട്ട് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ ചെറുതായിട്ട് ടെൻഷൻ ആയിട്ടുണ്ടായിരുന്നു. ബട്ട് മിസ് പഠിപ്പിച്ച നോട്ട്സ് ഞാൻ അതേപോലെ എഴുതി എനിക്ക് മാർക്ക് കിട്ടി. ഈച്ച് ആൻഡ് എവറി കോൺസെപ്റ്റ് ക്ലിയർ ആക്കി വെക്കുക. തിയറി നല്ലോണം പഠിക്കുക, സ്കിപ്പ് ആക്കരുത്. ആൻഡ് എവറി പ്രോബ്ലംസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ആൻഡ് ഗൂഗിളിൽ +1 കൊമേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ, അതായത് ഓരോ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് ഉള്ള PDF അവൈലബിൾ ആണ്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഓരോ ചാപ്റ്റേഴ്സും ലൈവ് കാണാം, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഏറ്റവും ലാസ്റ്റ് ആ ഒരു PDF ക്വസ്റ്റ്യൻസും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിരിക്കും. അടുത്തത് എക്കണോമിക്സിനെ പറ്റി പറയാം. എക്കണോമിക്സ് ആണെങ്കിലും ഞങ്ങളുടെ സാറ് വളരെ സിമ്പിളായിട്ടാണ് പഠിപ്പിക്കുന്നത്. അവിടെയും ഞങ്ങൾക്ക് ടെക്സ്റ്റ് റെഫർ ചെയ്യാനുള്ള സാറിൻ്റെ PPT ഒക്കെ ക്ലാസ്സിൽ പ്രൊജക്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് വളരെ സിമ്പിളാണ് കേട്ടോ നോട്ട്സ്. നല്ല എളുപ്പം പഠിച്ചെടുക്കാൻ പറ്റും. കുറച്ച് കൂടെ പോയിന്റ്സ് വേണം തോന്നിയാൽ ഞാൻ ടെക്സ്റ്റ് റെഫർ ചെയ്യാറുണ്ട്. അത് നിങ്ങൾക്ക് ബിസിനസ് പഠിക്കുന്ന പോലെ തിയറി പാർട്ട് അങ്ങനെ പഠിക്കാം കേട്ടോ. കുറച്ചൊക്കെ ഷോർട്ടാക്കിയിട്ട് നമ്മുടെ ഗൂഗിളിൽ കിട്ടും. അത് പഠിക്കുക. പോയിന്റുകളൊക്കെ വളരെ ലെങ്ത് ആയിട്ടുള്ള പോയിന്റ് നല്ലോണം ഷോർട്ടാക്കി പഠിക്കുക. അത് രണ്ട് ബിസിനസ്സും എക്കണോമിക്സും പഠിക്കുമ്പോൾ അങ്ങനെ പഠിക്കാം. പ്രോബ്ലംസ് പഠിക്കുമ്പോഴും ഞങ്ങളുടെ സാറ് ഞങ്ങൾക്ക്
മറ്റേ സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്, മോഡ്, മീഡിയൻ, സ്റ്റാറ്റിൽ. അതിൽ സാറിൻ്റെ ഇക്വേഷൻസ് ഒക്കെയാണ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ഇറ്റ് വാസ് വെരി സിമ്പിൾ ആക്ച്വലി. അതാണ് ഞാൻ പഠിക്കുന്ന ആ ഒരു രീതി എന്ന് പറഞ്ഞത്. അടുത്തത് ബിസിനസ്സിൻ്റെ വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും വലിയ പാരഗ്രാഫിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ഇത്രയാക്കി മാറ്റുക. ഓക്കെ, അതാണ് ആക്ച്വലി ബിസിനസ് പഠിക്കാനും മെമ്മറൈസ് ചെയ്യാനും ഉള്ളൊരു എളുപ്പമാർഗ്ഗം. നമ്മൾ ആദ്യം അത് മൊത്തം ഷോർട്ട് ആക്കിയിട്ട് ദെൻ ജസ്റ്റ് റീഡ് ആൻഡ് റീഡ് ഫുൾ വായിക്കുക. അങ്ങനെയാണ് ഞാൻ 10th സോഷ്യലും ഇപ്പോഴത്തെ ബിസിനസ്സും പഠിക്കുന്നത്. അത്യാവശ്യം നല്ല ലെങ്തി ചാപ്റ്റേഴ്സും ആണ്, എല്ലാം ഇമ്പോർട്ടൻറ്റും ആണ്. സോ ബിസിനസ് നിങ്ങൾക്കിപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് പഠിക്കാൻ വേറെ ട്രിക്ക് എൻ്റെ അറിവിലില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഷോർട്ടാക്കി ഇത് തന്നെയും പിന്നെയൊക്കെ റിവൈസ് ചെയ്യുക. ഒരു പ്രാവശ്യം വായിക്കുക, അടുത്ത ചാപ്റ്ററൊക്കെ വായിച്ച് പോവുക, ദെൻ പിന്നെയും എഗെയിൻ ആൻഡ് റിവൈസ്. അങ്ങനെയാണ് നമുക്കെല്ലാം വളരെ പെട്ടെന്ന് മെമ്മറൈസ് ചെയ്യാൻ പറ്റുക. മെയിൻ എക്സാമിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ മോഡലിൽ എക്സാമിൻ്റെ ടൈമും കൂടി ഇരുന്ന് നിങ്ങൾ പഠിക്കുക. അതിനുശേഷം ഫുൾ റിവിഷൻ ചെയ്യാം കേട്ടോ. എനിക്ക് അതേ പറയാനുള്ളൂ. മാക്സിമം ഫെബ്രുവരി 1st വീക്കോ 2nd വീക്ക് പോട്ടെ, 2nd or 3rd വീക്കിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ പഠിത്തം കംപ്ലീറ്റ് ആക്കുക. അതിപ്പോൾ സയൻസുകാരാണെങ്കിലും കൊമേഴ്സുകാരാണെങ്കിലും ഫുൾ പഠിച്ച് തീർക്കുക. ദെൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക റിവിഷൻ. ഓരോരോ ചാപ്റ്റേഴ്സ് ഇൻഡിവിജ്വലി സ്റ്റാർട്ട് ചെയ്യുക റിവിഷൻ ചെയ്യാനായിട്ട്. അടുത്തത് ഇംഗ്ലീഷിനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇംഗ്ലീഷ് എനിക്ക് അത്ര വലിയ സ്റ്റഡി ടിപ്സ് ഒന്നും പറയാനില്ല. ബിക്കോസ് ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് എഴുതി പൊലിപ്പിക്കാൻ ഇച്ചിരി പാടാണ്. അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. 10th വരെ പഠിച്ച പോലെയേ അല്ല ഇംഗ്ലീഷ് ഇപ്പോൾ ഫുള്ള് നമ്മൾ നമ്മുടേതായിട്ടുള്ള പോയിന്റ് ഓഫ് വ്യൂ, നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെക്കേണ്ടതാണ്. സോ അത് ഇച്ചിരി അധികം ടഫാണ്. അതെനിക്ക് പറയാനുള്ള കൂടുതലും ചാപ്റ്റർ നന്നായിട്ട് അറിഞ്ഞിരിക്കുക, ചാപ്റ്ററിൻ്റെ തീം എന്താണെന്ന് മനസ്സിലാക്കുക. കാരണം അതിൽ നിന്നായിരിക്കും ഓരോ ക്വസ്റ്റ്യൻസ് ഡെവലപ്പ് ചെയ്യുക. ഇപ്പോൾ സ്പീച്ച് ആണെങ്കിലും ലെറ്റർ എഴുതലും അല്ലെങ്കിൽ ഇന്നൊരു ടോപ്പിക്കിനെ പറ്റി എഴുതുക എന്നൊക്കെ പറയുന്നത് ആ ചാപ്റ്ററായിട്ട് ഇതിൻ്റെ തീമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. സോ അത് മനസ്സിലാക്കി പഠിക്കുക. എന്തെങ്കിലും നല്ല നല്ല വിഷയത്തിനെ പറ്റിയിട്ടുള്ള എസ്സേ റൈറ്റിങ്ങോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഇതേപോലെ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ട് കുറച്ചൊക്കെ പഠിക്കുക. പിന്നെ നല്ല നല്ല കോട്ടുകളൊക്കെ ഇല്ലേ നമുക്ക് ഇടയിൽ കുത്തിത്തിരിക്കാൻ പറ്റുന്ന അങ്ങനത്തെ സാധനങ്ങളും ഒക്കെ നല്ല രീതിയിൽ പഠിക്കുക. പിന്നെ ഇൻട്രോ ആൻഡ് ഔട്ട്രോ. ഇൻട്രോ മസ്റ്റായിട്ട് നിങ്ങളുടെ അടിപൊളിയായിട്ട് എഴുതാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഗ്രാമറിന് ഞാൻ അത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണില്ല. അത്യാവശ്യം ഗ്രാമർ ഇപ്പോൾ +1 ഉള്ളതൊക്കെ കുറച്ചൊക്കെ അറിയാം. അടുത്തത് നിങ്ങളുടെ കോഴ്സ് സബ്ജക്റ്റ്, മാത്സോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പിന്നെ സ്റ്റാറ്റിക് ഉണ്ടല്ലോ. മാത്സ് പറയാണെന്നുണ്ടെങ്കിൽ ഞാൻ പഠിക്കുന്നത് സയൻസുകാരുടെ മാത്സ് ആണ്. ഈച്ച് ആൻഡ് എവറി ടോപ്പിക് ഞാൻ പഠിച്ചു പോകുന്നുണ്ട്. കൊമേഴ്സിന് ഇതില്ല അല്ലെങ്കിൽ കൊമേഴ്സിന് സിമ്പിളാണ് എന്ന് പറഞ്ഞ് മാത്സ് ഞാൻ തള്ളിക്കളയാറില്ല. നല്ല എഫേർട്ട് ഇട്ട് തന്നെയാണ് ഞാൻ മാത്സ് പഠിക്കുന്നത്. ഈ പ്രാവശ്യത്തെ മാത്സിൻ്റെ എക്സാം വളരെ സിമ്പിളായിരുന്നു. ഞാൻ പ്രാക്ടീസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും അപ്പാടെ വന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ സയൻസുകാരുടെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ പോലും എനിക്ക് കുറച്ചൊക്കെ മനസ്സിലായത് ഇങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ ഒക്കെ ഉണ്ട്. സോ കൊമേഴ്സ് മാത്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സയൻസുകാരുടേത് പഠിക്കുക. അപ്പോൾ PYQ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൊമേഴ്സിൻ്റെ ചെയ്യുക. ബട്ട് സയൻസിൻ്റെ ചെയ്താലും നമുക്ക് നല്ലതാണ്, ഒരിക്കലും അതൊരു ഡിസഡ്വാൻറ്റേജ് അല്ല. പറ്റുകയാണെന്നുണ്ടെങ്കിൽ കൊമേഴ്സിൻ്റെ ഒരു PYQ കൂടെ ചെയ്ത് സയൻസുകാരുടെ ഒരു PYQ കൂടെ ചെയ്തിട്ട് പോകാൻ. ഇപ്പോൾ മാത്സ് അത്രയ്ക്കും കൂടെ വശമില്ല, സയൻസുകാരുടെ പേപ്പർ ചെയ്താൽ കോൺഫിഡൻസ് പോകും എന്നുള്ളവരാണെങ്കിൽ ചെയ്യണ്ട കേട്ടോ. കൊമേഴ്സിൻ്റെ മാത്സ് സിമ്പിളായിട്ടുള്ളത് പഠിച്ച് പോയാൽ മതി. മാത്സ് സയൻസുകാർക്കാണെങ്കിലും അതുപോലെ തന്നെ കൊമേഴ്സുകാർക്കാണെങ്കിലും ഞാൻ പറഞ്ഞത് സെയിമാണ് പഠിക്കുന്നത്. എങ്ങനെ പഠിക്കേണ്ടതുള്ള ഒരു പാറ്റേൺ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേഷൻ എന്നുള്ള ചാപ്റ്റർ വരെ ക്ലിയർ ആണ് എനിക്ക്. അതിന് മുമ്പുള്ളത് ഞാൻ പഠിച്ചിട്ടില്ല, അത് എക്സാമിൻ്റെ ആ സമയത്ത് പഠിച്ചതാണ്. അതിനുശേഷം ഞാൻ പഠിച്ചിട്ടുള്ളൂ. ലിമിറ്റ്സ് ആൻഡ് ഡെറിവേഷൻ കംപ്ലീറ്റ് ആണ്. നെക്സ്റ്റ് വീക്ക്, അതായത് തിങ്കൾ ചൊവ്വ ആ വരുന്നൊരു വീക്ക് നമ്മൾ സ്റ്റാറ്റ് പഠിക്കും. പറ്റിയാൽ ആ ഒരു വീക്ക് തന്നെ പ്രോബബിലിറ്റിയും തീർത്താൽ മാത്സ് ഫിനിഷ് ആയി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തെങ്കിലും സാറ്റർഡേ സൺഡേ തുടങ്ങുന്ന ആ ഒരു അടുത്ത ആഴ്ച നമ്മൾ കംപ്ലീറ്റ് റിവിഷൻ തുടങ്ങും. ആദ്യത്തെ റിവിഷൻ 3rd ടേമിൽ നിന്ന് തന്നെ ആയിരിക്കും. കാരണം ക്രിസ്മസ് എക്സാം വരെയുള്ളത് ഞാൻ നല്ലോണം പഠിച്ചിട്ടുണ്ട്. സോ അവിടെ നിന്നായിരിക്കും. പിന്നെ നമുക്ക് ഫസ്റ്റ് ടേം റിവിഷൻ ചെയ്യാം, പിന്നെ 2nd ടേം വരാം, അല്ലെങ്കിൽ 2nd ടേം പിന്നെ ഫസ്റ്റ് ടേം. കാരണം ഫസ്റ്റ് ടേമിൽ അത്ര ഇല്ല സത്യം വരാം. +1 ഒറ്റൊരു ദിവസം കൊണ്ട് സിമ്പിളായിട്ട് ഒരു അര ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് 2nd 3rd ട്രിഗണോമെട്രി വരെ പഠിച്ചു തീർക്കാൻ പറ്റും. സെക്കൻഡ് ലാംഗ്വേജ് ഓൾമോസ്റ്റ് എല്ലാവർക്കും പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റിയതാണ്. ഹിന്ദി ആണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട, അത്യാവശ്യം നല്ല സിമ്പിളാണ്. എല്ലാ പാറ്റേൺസും ഒക്കെ സെയിം തന്നെയാണ്. സോ ഞാൻ അതിൻ്റെ ടിപ്പും കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്യണില്ല. ബട്ട് സ്റ്റിൽ ഹിന്ദി പഠിക്കുന്നത് ഞങ്ങൾക്ക് മിസ് നോട്ട് തന്നിട്ടുണ്ട്. അത് നല്ല അടിപൊളി സിമ്പിൾ നോട്ടാണ്, അത് പഠിക്കും. ടെക്സ്റ്റ് ഞാൻ വായിക്കൽ പൊതുവേ കുറവാണ്. ഞാൻ ടെക്സ്റ്റ് വായിക്കുന്നതിൻ്റെ ക്ലാസ് നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്, എക്സാമിനറിലും സൈലത്തിൻ്റെയൊക്കെ. അതൊന്നും ഒരു പ്രാവശ്യം കേട്ടുപോകും. ടെക്സ്റ്റ് ഞാൻ ഇങ്ങനെ മറിച്ച് നോക്കും. പിന്നെ എക്സാമിനറിൻ്റെ ഒരു ഗൈഡ്, ഹിന്ദിയുടെ ഗൈഡ് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. കാരണം 10th വരെ ഞങ്ങൾക്കൊരു ഗൈഡ് വെച്ചിട്ടായിരുന്നു ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. സോ എനിക്ക് പെട്ടെന്ന് ഗൈഡ് ഇല്ലാണ്ട് ഒരു കംപ്ലീറ്റ് ഫീൽ കിട്ടണ്ടായില്ല. അപ്പോൾ ആ ഒരു ഇൻകംപ്ലീറ്റ്നെസ് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു എക്സാമിനറിൻ്റെ ഗൈഡ് യൂസ് ആക്കുന്നുണ്ട്. കേരള സാൻസ്ക്രിറ്റ് പഠിക്കുന്നവരുണ്ടെങ്കിൽ അതൊന്നും കൂടെ പറഞ്ഞുതരാം. സാൻസ്ക്രിറ്റിന് സ്കോർ ചെയ്യാനായിട്ട് ടെക്സ്റ്റ് വായിക്കുക, പദച്ഛേദം, അങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. കാരണം ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഓൾറെഡി ഉദാഹരണം തന്നിട്ടുണ്ടാവുമല്ലോ, ആ ഉദാഹരണം നോക്കിയിട്ട് അതേപോലെ വേണം എഴുതാനായിട്ട്. കാരണം ഞാൻ ഒരു 5 ഇയേഴ്സിന് മേലെ സംസ്കൃതം പഠിച്ചിട്ടുണ്ട്, സ്കൂളിലത്തെ സംസ്കൃതം പഠിച്ചിട്ടുണ്ട്. സോ ആ ഒരു പാറ്റേൺ തന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. പിന്നെ ടിപ്പണി, കഥാപാത്രത്തിൻ്റെ
ഇതുണ്ടല്ലോ, അതൊക്കെ സ്കാറ്റർ സ്കെച്ച് അതൊക്കെ എഴുതാനായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ 6 സബ്ജക്റ്റിൻ്റെയും പഠിക്കേണ്ട രീതി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഇതിന് പറ്റിയൊരു ടൈം ടേബിൾ, അത് ഞാൻ +1 ഫോളോ ചെയ്യുന്ന ഒരു ടൈം ടേബിൾ വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഞാൻ പറ്റുകയാണെങ്കിൽ അടുത്ത ആഴ്ച പകുതിക്കുള്ളിൽ തന്നെ ഇടാവുന്നതാണ്. അപ്പോൾ ആക്ച്വലി ഞാൻ ഫോളോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ജാനുവരി തീരണ ടൈം കൊണ്ട് 3rd ടേം പഠിച്ച് തീർക്കുക, എന്നിട്ട് 2nd ഉം 1st ഉം വെച്ച് റിവൈസ് ചെയ്യാനുള്ളതാണ്. മോഡലിൻ്റെ കാര്യം എനിക്കറിയില്ല, കാരണം മോഡലിന് ഞാൻ എത്ര എഫേർട്ട് ഇടാനൊരു പ്ലാൻ ഇല്ല. പഠിച്ചതിൽ ഓർമ്മയിൽ നിന്ന് എഴുതാന്നുള്ളതാണ്. മെയിൻ എക്സാം ആണ് കേട്ടോ നമ്മുടെ മെയിൻ ഫോക്കസ് ആയിട്ട് ഞാൻ കൊടുക്കുന്നത്. ഇപ്പോഴേ ഞാൻ പറയാം, കൂടുതലും പോർഷൻസ്, കാരണം മോഡലിന് മുമ്പേ എൻ്റെ റിവിഷനും എല്ലാം കംപ്ലീറ്റ് ചെയ്യാന്ന് പറയുന്ന കുറച്ചൊരു ഹെക്റ്റിക് ടാസ്ക് ആണ്, ക്ലാസ്സിലും പോകണം അതിൻ്റെ ഇടയിൽ. അപ്പം നമ്മുടെ ലക്ഷ്യം നമ്മൾ മെയിൻ എക്സാമിൽ വെച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോ ചോദിച്ച എല്ലാവർക്കും ക്ലിയർ ആൻഡ് ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യാം. ആൻഡ് നമ്മുടെ ഈ ചാനൽ +1 സ്റ്റഡീസ് അങ്ങനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതല്ല, ബട്ട് നമുക്ക് അങ്ങനത്തെ ടൈപ്പ് ഓഫ് ആൾക്കാർ, അത് അങ്ങനത്തെ വീഡിയോസ് കാണുന്ന ആൾക്കാരും അതല്ലാണ്ട് നോർമൽ ഡെയിലി വ്ലോഗും കാണുന്ന താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. ഈ 2 കാറ്റഗറി ഓഫ് പീപ്പിൾസിനെയും നമ്മൾ ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. സോ അപ്പോൾ അത്രേ ഉള്ളൂ പറയാനുണ്ട്. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.